നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 4ാം ഭാഗം. ശിവകാമിയുടെ വിരുന്നുകാരനിൽ ഒരാളായിരുന്ന നന്ദാകരന്റെ പൊയ്മുഖം ചണ്ഡികയും കസ്തൂരിയും ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏട്ടന്റെ ഭാര്യമാരോട് അങ്ങേയറ്റം ആദരവോടെയാണ് അയാൾ പെരുമാറിപ്പോന്നിരുന്നത്. അതികായനായ അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ കൗതുകത്തോടെ മൊഴി നോക്കി നിൽക്കാറുണ്ട്. നിത്യസന്ദർശകരിൽ വൃത്തികെട്ട നോട്ടത്തിന്റെ കൂരമ്പുകൾ ഏൽപ്പിക്കാത്ത ഒരേ ഒരു മുഖമേ ഇന്നേ വരെ മൊഴി കണ്ടിട്ടുള്ളൂ. അതയാളായിരുന്നു ഭൂമിയുടെ ഇളയച്ചൻ. അതുകൊണ്ട് എപ്പോഴൊക്കെയോ ഒരുതരം സ്നേഹം അയാളോട് മൊഴിക്ക് തോന്നിയിരുന്നു. അമ്മയുടെ മുഖം കാണുമ്പോൾ അതും കൊഴിഞ്ഞു വീഴും. വേണ്ട, ആരും തന്നെ സ്നേഹിക്കേണ്ട, താനും ആരെയും സ്നേഹിക്കേണ്ട. അവൾ ഭൂമിയോട് ഈ രഹസ്യത്തെക്കുറിച്ച് മൗനം പാലിച്ചതും അതുകൊണ്ടൊക്കെ തന്നെ. 10ാം ക്ലാസ്സിൽ പാതിവിഴക്കിരിങ്ങേണ്ടി വന്ന മകളെക്കുറിച്ച് ആ അമ്മയ്ക്ക് അധികമൊന്നും വ്യാകുലതകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് ശിവകാമിക്കും തോന്നിക്കാണും. പിന്നീട് വല്ലപ്പോഴും മൊഴിയറിയാതെ ദൂരെ കരിമ്പനക്കാടുകളുടെ മറവിൽ നിന്ന് ഭൂമി അവളെ കണ്ടുമടങ്ങും. ഒറ്റപ്പെട്ട ജീവിതത്തിൽ മൊഴിയുടെ നേരം പോക്കുകൾ എങ്ങനെയായിരുന്നുവെന്ന് ഭൂമിയും ആലോചിച്ചു നോക്കി. ചാച്ചുവിൻ്റെ ഒപ്പം സ്കൂൾ വിട്ട് മടങ്ങുമ്പോൾ അവളെ കാണാൻ തോന്നും. ജീപ്പ് തിരിക്കാൻ പറയണമെന്ന് തോന്നിയാലും പിന്നെ ഭൂമി അത് വേണ്ടെന്ന് വയ്ക്കും. മൊഴിയെക്കുറിച്ച് ചാച്ചുവിനോട് ഭൂമി ഒന്നും പറയാറില്ല. മൊഴിയുടെയും അമ്മ ശിവകാമിയുടെയും പശ്ചാത്തലം ഭൂമിക്കെന്നല്ല നാട്ടിലെ ഓരോ മണൽത്തിരികൾക്ക് പോലും അജ്ഞാതമായിരുന്നു. മൊഴിക്ക് ഓർമ്മ വച്ച കാലം മുതൽക്കുള്ള ഈ നാടും വീടും പിന്നെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അമ്മയെ മാത്രമേ അറിയൂ. തങ്ങൾ എവിടെ നിന്നും വന്നുവെന്ന് അവളുടെ ഉള്ളിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനമായിരുന്നു. ശിവകാമിയുടെ നന്ദാകരന് ആദ്യമൊക്കെ വെറും ആകർഷണം മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് ആ ആകർഷണം കടന്ന് അയാൾക്ക് അവളോട് വിവരിക്കാൻ കഴിയാത്ത മറ്റെന്തോ ഒരു തരം വികാരമുണ്ടെന്ന് സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. എന്തുപറ്റി നന്ദ? കണ്ണിൽ കണ്ട കഞ്ചാവൊക്കെ വലിച്ചു കെട്ടി നിന്റെ തലയിലെ വെളിവൊക്കെ നഷ്ടപ്പെട്ടോ? ശിവകാമി അയാളോട് ആക്ഷേപം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് പല തവണ മാറ്റാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളോട് പൂർവ്വം ആകർഷണം മാത്രമല്ല, മറ്റെന്തോ കൂടെയൊക്കെ. നന്ദൻ്റെ പുലമ്പൽ ശിവകാമി അത്ര കാര്യമായി എടുത്തില്ല. നന്ദൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് ശിവകാമി അന്ന് കാണിച്ചുമില്ല. ഓരോ തവണ സിഗരറ്റ് വലിച്ചാറി വരുമ്പോഴും അയാളുടെ ഉള്ളിൽ നിറയെ മാനസിക വ്യതിയാനങ്ങൾ തലപൊക്കി. നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കട്ടെ? അത് കേട്ടപടി ശിവകാമി അഴിഞ്ഞുലഞ്ഞ മുടി മുറുക്കിക്കെട്ടി ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി വന്ന് നന്ദയുടെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. ഏയ്, ഇതൊന്നുമല്ല. ആ ലഹരിയിൽ പറയുന്നതുമല്ല. നന്ദ പുരികം പൊടിച്ചിട്ട് ശിവകാമിയെ നോക്കി. എഴുന്നേറ്റ് പോ നന്ദ, എനിക്കിത് കേൾക്കണ്ട. നിങ്ങളെവിടെ ആയിരുന്നു ആദ്യം? ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ശിവകാമി നന്ദയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു. പോയി താ, തൊഴുതുകൊണ്ട് ശിവകാമി പറഞ്ഞു. നന്ദയ്ക്ക് മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ മൊഴി വാതിൽപ്പടിയിൽ ഇരുന്ന് കനകാംബരങ്ങൾ കോർക്കുകയായിരുന്നു. പിറകിൽ ആളനക്കം അറിഞ്ഞപ്പോൾ അവൾ പൂക്കൾ കയ്യിലേക്ക് ഒതുക്കി വഴിമാറി നീങ്ങിയിരുന്നു. അകത്തുനിന്നും ശിവകാമി മൊഴിയെ വിളിക്കുന്ന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അയാൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി അകന്നു നടന്നു, കരിമ്പനക്കാടുകൾക്കും മറവിലുള്ള ജീപ്പിനരികിലേക്ക്. ത്രയത്തിൻ്റെ 4ാം ഭാഗം ഇവിടെ അവസാനിച്ചു. 5ാം ഭാഗവുമായി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.